ഡൽഹിയിൽ നടന്ന വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട് വൈദികനും ഈശോ സഭയ്ക്കുമെതിരെ ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ നടത്തിയ പരാമർശങ്ങൾ വലിയ വിവാദത്തിന് തിരികൊളുത്തി. ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈശോ സഭയ്ക്കും ഫാദർ എം.കെ. ജോർജിനുമെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചത്. ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന അന്താരാഷ്ട്ര ശക്തികൾക്കൊപ്പമാണ് ഒരു മലയാളി വൈദികൻ പ്രവർത്തിക്കുന്നതെന്നും ഇന്ത്യയെ ക്രൈസ്തവ രാഷ്ട്രമാക്കുകയാണ് ഇവരുടെ ലക്ഷ്യമെന്നും ഡോക്ടർ രാധാകൃഷ്ണൻ ആരോപിച്ചു. അന്താരാഷ്ട്ര ക്രിസ്തുവൽക്കരണത്തിനായി ഏതു മാർഗവും സ്വീകരിക്കുന്ന സംഘടനയാണ് ഈശോ സഭയെന്ന സൊസൈറ്റി ഓഫ് ജെസ്യൂട്ട് എന്നും നക്സലൈറ്റ് ഫണ്ടിംഗ് നടത്തുന്ന സ്ഥാപനങ്ങളുമായി ഇവർക്ക് ബന്ധമുണ്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അന്തരിച്ച ഫാദർ സ്റ്റാൻ സാമിയും സമാനമായ ആളായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സൊസൈറ്റി ഓഫ് ജീസസ് ദക്ഷിണേന്ത്യൻ റീജിയണൽ അസിസ്റ്റന്റായ ഫാദർ എം.കെ. ജോർജിനെയാണ് ഡോക്ടർ രാധാകൃഷ്ണൻ പ്രധാനമായും പരാമർശിക്കുന്നത്. ഡൽഹിയിലെ സമരസമയത്ത് വേർ ഈസ് കാത്തലിക് കോക്രോച്ച് എന്ന തലക്കെട്ടിൽ ഫാദർ ജോർജ് എഴുതിയ ലേഖനവും യുവാക്കളോട് സമരത്തിൽ പങ്കെടുക്കാൻ ആഹ്വാനം ചെയ്തതുമാണ് രാധാകൃഷ്ണനെ ചൊടിപ്പിച്ചതെന്ന് സഭാകേന്ദ്രങ്ങൾ കരുതുന്നു. വിഷയത്തിൽ പാവപ്പെട്ട ആദിവാസികൾക്ക് സേവനങ്ങൾ നൽകുന്ന ക്രൈസ്തവ മിഷണറിമാരെ നക്സൽ അനുകൂലികൾ എന്ന് മുദ്രകുത്തുന്നത് വിഭജന രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്ന് കെ.സി.ബി.സി. കുറ്റപ്പെടുത്തി. ബി.ജെ.പിയിൽ സ്വന്തം സ്ഥാനം ഉറപ്പിക്കാനാണ് രാധാകൃഷ്ണൻ ശ്രമിക്കുന്നതെന്നും കമ്മീഷൻ ആരോപിച്ചു. ഫാദർ എം.കെ. ജോർജ് തിരുവനന്തപുരം ലയോള കോളേജിൽ പ്രിൻസിപ്പലായിരുന്നപ്പോൾ ഡോക്ടർ രാധാകൃഷ്ണൻ അവിടെ ചെന്ന് ക്ലാസുകൾ എടുത്തിട്ടുണ്ടെന്നും കേരളത്തിലെ ക്രൈസ്തവ വേദികളിൽ സ്ഥിര സാന്നിധ്യമായിരുന്ന അദ്ദേഹത്തിന് അക്കാലത്തൊന്നും ഇല്ലാത്ത വിദ്വേഷമാണ് ഇപ്പോൾ പുറത്തുവരുന്നതെന്നും ജെസ്യൂട്ട് വക്താവ് ഫാദർ ബിനോയ് പിച്ചലക്കാട് വ്യക്തമാക്കി.